ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളവിടെ ഡാഡി ഇട്ടിട്ട് ഹായ് പറയൂ. ഹായ് ഹായ്, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്താ വർത്താനം? നല്ല സുഖമായ വർത്താനം. അൽഹംദുലില്ലാ. എന്താ നമ്മളെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോട് വേഗത്ത് പുറത്തിറങ്ങണ്ടാണ് പറയുന്നത്. പുറത്തിറങ്ങണ്ട, അതുവേണ്ടി പാമ്പ് ഫുഡ് കഴിച്ചു. പാമ്പിനെ ശ്രദ്ധിക്കണം, വെയിലിന് പുറത്തിറങ്ങണ്ട, ശരീരം കാത്ത് രക്ഷിക്കണം. ഓക്കെ. അപ്പോൾ ഇന്ന് ഞാനും ഡാഡി അഫയുണ്ട് ഇവിടെ. ഉമ്മച്ചിപ്പച്ചൊക്കെ സ്കൂളിൽ പോയി, അനു കോഴിക്കോട് പോയി. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഡാഡി വാർത്ത ഇട്ട് കൊടുക്കാൻ വന്നത്, അപ്പോൾ ആദ്യം വാർത്ത ഇട്ട് കൊടുക്കട്ടെ, എന്നിട്ട് നമ്മൾ തിരിച്ചു വരാം. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മളെ പുതിയ വീടിൻ്റെ കിച്ചൺ കേട്ടോ. അപ്പോൾ എനിക്ക് ഇന്നുള്ള പണി ചിക്കൻ പൊരിക്കലാണ്. അപ്പോൾ ഇവിടെ നല്ല അടിപൊളി വ്യൂ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ചിക്കൻ പൊരിക്കാം. നമ്മൾ ചിക്കൻ പൊരിക്കാൻ തുടങ്ങാം. എണ്ണ കുറച്ച് മുന്നേ ചൂടാക്കുകയും ചെയ്യാം. ഏകദേശം ചൂടായിട്ടുണ്ട്. ചിക്കൻ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ചില പീസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചിക്കൻ ഇവിടെ പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. ചിക്കൻ പൊരിച്ച് കഴിഞ്ഞിട്ട് കാണാം. ഇപ്പോൾ എനിക്ക് പറയാമെന്ന് വെച്ചാൽ ഇമ്മമാരെ സമ്മതിക്കണം കേട്ടോ. ഞാൻ സമ്മതിച്ചു, അല്ല ഓൾറെഡി സമ്മതിച്ചതാണ്. പക്ഷെ എന്നാലും സമ്മതിക്കണം. കാരണം ഇന്ന് ഉമ്മച്ചിക്ക് പറയുമ്പോൾ ഇപ്പോൾ വെക്കേഷനാണ്, പക്ഷേ ഉമ്മച്ചിക്ക് ഇന്ന് സ്കൂൾ ഡ്യൂട്ടി ഉണ്ട്. ചിക്കൻ തിരിച്ചിട്ടുണ്ട്. അതായത് സ്കൂൾ ഡ്യൂട്ടി ഉണ്ടായിട്ടും ഇമ്മച്ചി ഇന്ന് ഇവിടെ ഉണ്ടാക്കി വെച്ചതെന്ന് വെച്ചാൽ ദോശ, അതിക്ക് 2 ഐറ്റം കറി ഉണ്ട് കേട്ടോ. മുട്ടക്കറി ഉണ്ട്, അവിടെ ചിക്കൻ കറിയുണ്ട്. ഈ കറിയും അവിടെ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ ഉച്ചക്കുള്ള ചോറും അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല കംസ, അതിക്ക് ചിക്കൻ പൊരിച്ചാൽ മതി. മസാല വെച്ച് ഫ്രിഡ്ജിൽ വെച്ചിരിക്കണം. അതെന്ന് വെച്ചാൽ ഉമ്മച്ചിക്ക് നമുക്ക് ഫ്രഷായിട്ടല്ല ചൂടോടൊക്കെ കഴിക്കാച്ചിട്ടാണ് ഉമ്മച്ചി പൊരിച്ച് കഴിക്കാൻ പറയുന്നത്. ഉമ്മച്ചിക്ക് അറിയാം ഞാൻ ചിക്കൻ പൊരിക്കുമെന്ന് അറിയാം. ഞാൻ ഉള്ളതുകൊണ്ടോ അല്ലെങ്കിൽ ഉമ്മച്ചി ചിക്കൻ പൊരിച്ചിട്ട് പോയിരുന്നു. അങ്ങനെ ഇവിടുത്തെ 2 മണ്ടന്മാർ അത്ര ചിക്കൻ പൊരിക്കാൻ അടിപൊളിയല്ല. അപ്പോൾ പിന്നെ ആ ചോറുക്കുള്ള ചട്നി, അതായത് ചമ്മന്തി, അതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ നമുക്ക് കഴിക്കാനുള്ള മാങ്ങ അവിടെ എടുത്ത് വെച്ചിട്ട്, ബത്തൊക്കെ അതിൽ ചെത്തി വെച്ചിട്ട്, ഇത്രയും സാധനങ്ങൾ ഫുൾ സെറ്റാണ്. എന്നിട്ട് ഉമ്മച്ചിന് ചോദിക്കുക ഇനി എന്തെങ്കിലും വേണോ, ഇനി എന്ത് വേണം, ഇതിൽ കൂടുതൽ എന്ത് വേണം. മാഷാ അല്ലാഹ്, അടിപൊളിയാട്ടോ. അമ്മമാരെ അടിപൊളിയാണ് ഈ കാര്യത്തിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ സമ്മതിക്കണം. എഫോർട്ട്. അതായത് ഉമ്മച്ചിക്ക് സ്കൂളിൽ എപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, 10 മണിക്ക് ഉമ്മച്ചി ഇത് ഉണ്ടാക്കി വെച്ച് പോയി. അപ്പോൾ എപ്പോൾ പണി തുടങ്ങിയിട്ടുണ്ടാവും? അതായത് ഉമ്മച്ചിക്ക് അറിയാം നമ്മൾ എണീച്ച് വരാൻ തന്നെ ഉച്ചയാവുന്നു. പക്ഷെ എന്നാലും രാവിലേക്കുള്ള ദോശ ആണെങ്കിൽ ദോശയും ചിക്കൻ കറി നമ്മൾ സാധാരണ ഉച്ചക്ക് എണീക്കുമ്പോൾ രാവിലത്തെ ഫുഡാണ് കഴിക്കുന്നത്. പിന്നെ വൈകുന്നേരമാണ് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ കബ്സ അവിടെ ഉണ്ടാക്കി വെച്ചിട്ട് ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, ചൂട് ചിക്കൻ ഫ്രൈ. അഫീഫ്, എന്താണ് പറയാനുള്ളത്? നമ്മളെ പുതിയ വീട്ടിൽ ആദ്യത്തെ കുക്കറി ഷോ കഴിക്കാനുണ്ട്. കുക്കറി ഷോ എന്നല്ലേ, ഞാൻ വെറുതെ ചിക്കൻ പൊരിക്കാനായിട്ടുള്ള ഞാൻ ഇങ്ങനെ പറയും പ്രേക്ഷകരോട്, ഉമ്മമാരെ സമ്മതിക്കാൻ പറ്റും. കാരണം ഉമ്മച്ചി ഈ ചിക്കൻ ഫ്രൈ ബത്തൊക്കെ ഫ്രിഡ്ജിൽ വെട്ടി വെച്ചിരിക്കണം. നമുക്ക് ഇതിനൊക്കെയുള്ള ചട്നി, 2 ഐറ്റം ഫുഡ്, ദോശയും ചിക്കൻ കറിയും മുട്ടക്കറിയും ആണെങ്കിൽ അവിടെ ഉണ്ട്, ചോറും ആണെങ്കിൽ അതും ഉണ്ട്. ഇങ്ങനെ പൊരിച്ചാൽ മാത്രമേ നമ്മളോട് പറഞ്ഞുള്ളൂ. അതന്നെ നമുക്ക് വെക്കണില്ല. അല്ല, എനിക്ക് വെക്കണം കേട്ടോ. അല്ല അങ്ങനെയല്ല, വെയ്ക്കും പക്ഷെ എന്നാലും. അപ്പൊ എനിക്കത് ചിക്കൻ പൊരിച്ചാൽ വെക്കും. പൊരിക്കാൻ വെയ്ക്കായല്ല, പക്ഷെ
ഇതിങ്ങനെ ഇടുമ്പോ നമ്മളൊന്ന് ഓടും. അമ്മമാര് ഓടുന്നതിലാണ്. ചിക്കൻ പൊരിക്കാൻ പറഞ്ഞാൽ വെച്ചാൽ ഇത് നമ്മൾ ചൂടോടൊക്കെ കഴിച്ചോണ്ട് വെച്ചിട്ടാണ്. കാരണം ചിക്കൻ എപ്പോഴും പൊരിച്ച് വെച്ച് കഴിഞ്ഞാല് നമ്മൾ എണീച്ച് ഒരു ഉച്ചക്കായിരിക്കും. അപ്പൊ ആ ഒരു ഇത് ചൂട് പോകും. അപ്പൊ ഈ മൊരിയോടെ കഴിച്ചോട്ടെ വെച്ചിട്ടാണ് അമ്മച്ചി ചിക്കൻ പൊരിക്കാൻ പറഞ്ഞത്. എന്നാലും എനിക്ക് ഇവിടെ 10 മണിയാകുമ്പോഴത്തേന് ഇത് ഉണ്ടാക്കി പോണേ അമ്മച്ചി എപ്പോൾ എണീച്ചിട്ടുണ്ടാവും. അതുണ്ട് ഒരു ഇതാണ് ഉമ്മമാരെ സമ്മതിക്കണം. അത് ഞാൻ കിടന്നു കഴിഞ്ഞു. അല്ല കുക്കറിച്ചോന്നല്ല. നമുക്ക് വൈകുന്നേരം പോകാൻ കൊടുക്കണം കേട്ടോ. ചായയും കടിയും ഉണ്ടാക്കിയാണ്ട് ഉണ്ടാക്കണ്ട. നമുക്ക് വാങ്ങിയിട്ട് പോവാം. ചായ മെച്ചം ഉണ്ടായിരുന്നു. വാങ്ങിയിട്ട് പോയി എന്നിട്ട് അതിൻ്റെ മോള് പോയി തിന്നാ. സൺറൈസ് മൂട് അവർക്ക് ഒരു കസേരയും കൊണ്ടുപോയാൽ മതി. കസേരം വേണ്ട. ആരൊക്കെ പുറത്തൊക്കെ ഇങ്ങനെ കഴിക്കണം. അപ്പോൾ ചായ ഉണ്ടാക്കി അവിടെ രസമാട്ടോ. ഇനി നമുക്ക് നമ്മുടെ മൊത്തപ്പെടുത്ത പ്ലേസ് എക്സ്പ്ലോർ ചെയ്ത് കാണിച്ചു തരാൻ കഴിയും. അതെ, എക്സ്പ്ലോറിങ് അവർ ന്യൂ വീട്, ന്യൂ വില്ല. അപ്പോൾ എന്തായാലും ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ ഗൈസ്. അപ്പോൾ നട്ടുച്ചക്കാണ് ഇപ്പോൾ നമ്മൾ ഈ വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ ഒന്നുകൂടിയൊക്കെ ഒന്ന് മയങ്ങി ഉറങ്ങി വൈകുന്നേരം എണീച്ചിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, നല്ല വെയിലാണ്. സൂര്യാപാതാപാത ഏൽക്കും. ഇപ്പം നമ്മൾ പുറത്തേക്ക് ഇറങ്ങാനില്ല. സൂര്യാതാപം നമ്മളെ ചിക്കൻ ഇതവിടെ പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞങ്ങൾ പോയി ഫുഡ് കഴിക്കട്ടെ. ഗായ്സ്, അപ്പോൾ നമ്മളെ ചോറൊക്കെ തിന്ന് നമ്മൾ ഇന്ത്യ ഫിസിയോതെറാപ്പി ഒക്കെ കഴിഞ്ഞു. എനിക്ക് ഊരൊക്കെ ഇപ്പോൾ ഒരു 7 ദിവസം ഫിസിയോതെറാപ്പി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡാഡി നമ്മൾ പറഞ്ഞ പോലെ ഡാഡി ഇറങ്ങുകയാണ്. ഡാഡിനെ കൊണ്ടാക്കാനായിട്ട് ശംസൊക്കെ വന്നിട്ടുണ്ട്. ശംസൊക്കെ ഒന്ന് ഫുൾ മറ്റേ പ്രേമം സ്റ്റൈൽ കോസ്റ്റ്യൂമാണ് കേട്ടോ. ഇതൊന്നും ഇങ്ങനെ മൂട് ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാഡിന്റെ ഒപ്പാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ മൂഡ് പിടിച്ചോളൂ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂഡിലാണ് ശംസൊക്കെ അറിയിക്കണം. അതിനെ വൈറ്റ് ആൻഡ് വൈറ്റ് നേതാവായതുകൊണ്ട് അതാണല്ലോ റിസൾട്ട് വരുമ്പോഴത്തേന് നേതാവ് കോസ്റ്റ്യൂമിൽ ഇറങ്ങണ്ട നമ്മള്. ഇതാണ് നമ്മളെ പ്രോപ്പർട്ടി. എന്തായാലും അനുവിൻ്റെ വ്ളോഗിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ ഞാൻ വെറുതെ വ്ളോഗ് എടുക്കണുള്ളൂ. അപ്പോൾ നമ്മൾ ചായയും കടിയൊക്കെ വാങ്ങിക്കൊള്ളു. നമ്മൾ അതിൻ്റെ മുകളിലൊരു പരീക്ഷണം എടുക്കാൻ പോകുന്നത്. അതിൻ്റെ മുകളിൽ കയറിയിട്ടാണ് നമ്മൾ ചായ കുടിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഡാഡിനെ യാത്ര ആക്കട്ടെ. പോവാണ് നമ്മൾ പോവാണ്. ഇനി വെള്ളിയാഴ്ച കഴിഞ്ഞിട്ട് വരിട്ടോ. കാറ്റുള്ളാൻ കണ്ടില്ലേ? കാറ്റ് ഇവിടെ ഇങ്ങനെ വീശും. കാറ്റോടെ ഏറെയല്ലേ ഇവിടെ കാറ്റുണ്ട് എറണാട് വന്നതാണ്. ഇടക്കിടക്ക് ചോദിക്കാം ഇവിടെ കാറ്റുണ്ടാവൂലേ? നല്ല നല്ല കാറ്റുണ്ടാവും. ഇങ്ങനത്തെ മറ്റു പ്രദേശമായിട്ട് കാറ്റുണ്ട് എന്നൊക്കെ പിന്നെ പോണം. എന്നാലും പുറത്തിറങ്ങും. ഈ ടൈമിലൊക്കെ നല്ല കാറ്റുണ്ട്. ഇവിടെ വേറെ തന്നെ മൂടാട്ടോ. അവിടെ കണ്ടോ ഫുൾ പാറ. രണ്ടിച്ച് ഇതിലിറങ്ങിക്കാളി ഞങ്ങൾ മാങ്ങ നോക്കി കിട്ടുണ്ടോ നോക്കട്ടെ. ഇതിൽ തന്നെ ഇറങ്ങി കുറച്ചൊക്കെ ഈ നേരത്തെ തന്നെ എവിടുക്കാ മാങ്ങ കിട്ടാൻ നോക്കാൻ പോകണ്ടോ? നോക്കട്ടെ. അസ്സലാമു അലൈക്കും. ഉമ്മച്ചി വന്നപ്പോ തൊട്ട് പറയുന്നുണ്ട് മാങ്ങ ഇട്ട് നോക്കാൻ പോവാം, മാങ്ങ ഇട്ട് നോക്കാൻ പോവാം. എവിടെയാണ് മാങ്ങ അറിയില്ല. ഇവിടെ തന്നെ ഇഷ്ടം പോലെ മാങ്ങ ഉണ്ട്. നമുക്ക് ഇതിൻ്റെ ഈ തല മുതൽ ആ തല വരെ മുറിച്ചാണ്. അവിടെയൊക്കെ മാങ്ങയുണ്ട്. ഇത് ഫുള്ള് മാങ്ങയാണ്. ഇനിയിപ്പോൾ ഏത് മാങ്ങയാണോ ഉമ്മച്ചി ഉദ്ദേശിക്കുന്നത്? അവിടെയൊക്കെ ഫുൾ മാങ്ങയാണ്. ഫുൾ എനിക്കൊന്നും മിക്കവാറും കാറ്റിൻ്റെ സൗണ്ട് കഴിക്കാറ് ഫോണിൽ ഫുള്ള് അല്ലേ? മൈക്കില്ലാത്തതുകൊണ്ട് നമ്മൾ മൈക്കില്ലാതെ കേട്ടോ വ്ളോഗ് എടുക്കണത്. എൻ്റെ മൈക്ക് വീട് പണിൻ്റെ ടൈമിൽ എടുക്കാൻ മാറ്റി വെച്ചാൽ എനിക്ക് തന്നെ ഓർമ്മയില്ല. പിന്നെ അനുവിൻ്റെ മൈക്ക് അനു കൊണ്ടുപോയി ചെയ്യും. അവിടെ അങ്ങോട്ട് പോയി ഇത് മൂടാവും കേട്ടോ. ഇത് നമ്മൾ പോയി ചാടിച്ചാൽ വൈബ് ചെയ്യാനുള്ള പുതിയ പ്ലേസാണ് നമ്മളെ സൺസെറ്റ് ഇട്ടോ. അതെ. പിന്നെ ഇവിടുത്തെ കുറച്ച് അൺഎക്സ്പ്ലോർഡ് സ്പോട്ടൊക്കെ ഉണ്ട്. അവിടെ ഒരു കയാക്കിങ്ങിൻ്റെ സെറ്റ് കയാക്കിങ് അല്ല എന്തായാലും പറയുക പെഡൽ ബോട്ടല്ല. പെഡൽ ബോട്ടിൻ്റെ ഒരു സെറ്റപ്പൊക്കെ ഉണ്ട്. എന്തായാലും അതൊക്കെ നമുക്ക് പോയേക്കാം. ഇപ്പോൾ നമുക്ക് ആദ്യം വാങ്ങാം. ഇതിലേ പോയി. ആ നിങ്ങൾക്ക് വാങ്ങാണ്ടല്ലോ. ആ ഓക്കെ എന്നാ ബൈ. ആ പറയാ കിട്ടിണ്ടോ?
ഓല് പോവാണ്. ഓരോ മാവിന് ഓരോ ടേസ്റ്റാ. എന്താ ഇതിമെന്ന് മാങ്ങ എടുക്കണേ? പഞ്ചാര മാങ്ങ. പഞ്ചാര മാങ്ങയാണോ പറഞ്ഞേട്ടാ? ബഹുപോലെ അടിച്ചിട്ടൊന്നുമില്ലല്ലോ. മോസ്കിയാവും. ഓ അടിപൊളി കേട്ടോ. നാടൻ മാങ്ങയല്ലേ സ്റ്റൈലൊക്കെയാണ്. ഓ നാടൻ മാങ്ങ തന്നെ ഈ പഞ്ചാര മാങ്ങ ഇറങ്ങണല്ലേ? നമ്മളവിടെ നാടൻ മാങ്ങ എന്നാണ് കൂടുതൽ പറയല് കേട്ടോ. മതി. ആ കൊടുത്തോളൂ. ഉമ്മച്ചി 2 മാങ്ങ പറിച്ചിട്ട് ഡാഡിക്ക് കൊടുത്തിട്ടുണ്ട്. എന്നാ അതവിടെ കുഴിച്ചിട്ടാ. നാടൻ മാങ്ങ 2 തീരും. പിന്നെ അതിന്റെ ഈ ആര് കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ ചടത്വം. മാങ്ങ തിന്നതിന്റെ പല്ലിന്റെ കൂടെ ഇപ്പൊ തന്നെ 3-4 ആര് ഫുള്ള് കുടുങ്ങി. ഇനി നമുക്ക് എന്തായാലും ചായയും കടി എടുത്തോണ്ട് വരാം. എന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോയോട്ടോ. ലെറ്റ്സ് ഗോ. അപ്പോൾ ഇതാണ് ഞങ്ങളെ വിഷ്വൽ ബ്യൂട്ടി കേട്ടോ. ഈ ഒരു ടൈം ആകുമ്പോൾ ഇവിടെ നൈസ് മൂഡാണ്. ആ സൺറൈസും മൊത്തത്തിലൊരു കിടിലൻ വൈബാണ്. നമുക്ക് ഡിഫറെന്റ് വൈബ്. ഇവിടെ ഒരു മുള ഉണ്ട്. ഈ മുള വെട്ടിയിടണം. ഈ കൊമ്പ് അല്ലേ? ഈ ഒരു കൊമ്പ്. ഒറ്റ കൊമ്പ് ഇതല്ല, ആ ചെറുതോ? അങ്ങനെ വളഞ്ഞിട്ടത്. ഇത് ഒരു ശബ്ദനപ്പേയാണ്. ഇതില് ഞങ്ങള് ആ ചാടിക്കാം. നിങ്ങളുണ്ടോ? അത്ര ദൂരം പോയി ചാടിച്ച് അങ്ങോട്ട് ഞാൻ ഇറങ്ങാണ്ടാവില്ല. എന്നിട്ട് ഇങ്ങനെ കളിക്കുന്ന സ്ഥലം എവിടെയൊക്കെ ഉണ്ടോ? ഇവിടെ ഷട്ടിൽ നടക്കൂല. ക്രിക്കറ്റ് നടക്കും. പക്ഷെ ആൾക്കാർ ഇങ്ങോട്ട് എത്തിപ്പെടുമ്പോ എന്നിട്ട് നമ്മള് ഉള്ള പ്ലേസിൽ നിന്ന് ടോട്ടലി മാറി. ഇവിടെ ഇപ്പൊ അടുത്തുള്ള ആൾക്കാർ ജിമ്മിക്ക് KP കാസർഗോഡിനൊക്കെ കുറച്ചൊക്കെ അടുത്താണ്. പൂക്കോട്ടുമാടം ഭാഗത്തുള്ള ആൾക്കാർക്ക് കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. കളിക്കാൻ ഇഷ്ടമാണ് ചേർന്ന് കേട്ടോ. അപ്പുറത്ത് വലിയൊരു ഗ്രൗണ്ട്. അല്ല താഴെ കുഴപ്പമില്ല. താഴെ അടിപൊളി ഗ്രൗണ്ടാണ്. അവിടെ കണ്ടിട്ടില്ലേ? ഇപ്പുറത്ത് കൂടെ ഇതിലെ ബൈപ്പാസ് വേറെ റോഡ് ഉണ്ട്. എന്ത് CVU അല്ലേ? സുഖം ബോട്ട് അവിടെ പൂളൊക്കെ വൃത്തിയാക്കി. അവിടെ ഒരു പൂള് വൃത്തിയാക്കുന്നുണ്ട്. ആ ബോട്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ചാടിയ മൂടാവട്ടോ. പിന്നെ കാണുമ്പോൾ തന്നെ ചാടാൻ തോന്നുന്നു. രാവിലെ എണീച്ചത് കാണുമ്പോൾ തന്നെ. അപ്പൊ അങ്ങനെ നമ്മൾ ചാടിക്കാൻ പോകണ്ട. പിന്നെ ഇങ്ങോട്ട് എടുക്കണം. ഇതിന്റെ ഒരു കയ്യിൽ ചായ ഉണ്ടോ? ഓരോരുത്തരുടെ കയ്യിൽ ഓരോ സാധനങ്ങളുണ്ട്. ചായ സാധനങ്ങളൊക്കെ ആയിട്ട് മോൾക്ക് പോയേക്കാം. കാറ്റാണ് ഹൈക്ക്. അപ്പൊ ഇതിനുള്ളിൽ ഒരു വട്ടം അങ്ങോട്ട് കയറിയെന്ന് തോന്നുന്നില്ലേ? എങ്ങനെ അതിന്റെ മുന്നിൽ മോൾക്ക് അനു ഇവിടുത്തെ പോ. മോള് കയറി അതേ സ്പീഡിൽ ഇറങ്ങിയത്. മോൾക്കൊരു ചായ അടിച്ചില്ലല്ലോ. നമ്മൾ മോൾക്ക് ചായ കുടിക്കാൻ പോയത്. മൈക്കില്ലാത്തോണ്ട് കുറച്ച് ഉറക്ക വർത്താനം പറയേണ്ടി വരും. മോള് കയറാൻ പോയി ചായ കുടിക്കാൻ. നമ്മളെ ഇറക്കി വിടുക അറിയില്ല കേട്ടോ. അതിലേക്കാണ് ഇങ്ങനെ വരുന്നത്. ഇവിടെ കേറാനുള്ള സെറ്റപ്പ് തന്നെ ഇക്കാരം. ടാങ്കിനാണ്. എന്റെ മോനെ താഴത്ത് കണ്ടിട്ടാ വെള്ളം. കയ്യിൽ പാത്രം പോകുന്നുണ്ടോ എന്നൊരു സംശയം. ഇവിടെ ഇരിക്കണം. അയ്യോ അത് കുടിച്ചാ വെച്ചെന്തായാലും ചെയ്യുന്നത് ചിന്തു. ഇവിടെ ഉണ്ട്. അപ്പോൾ ഗൈസ് നമ്മളിതാ സൺസെറ്റ് മലനിരകൾ വ്യൂവിൽ കണ്ടുകൊണ്ട് ഇതാ ഇവിടെ
ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. കിടിലൻ എക്സ്പീരിയൻസ് ആണ് കേട്ടോ, മസ്റ്റ് ട്രൈ. അപ്പോൾ എന്തായാലും ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ ബോട്ടിൻ്റെ അവിടെ നമുക്ക് ബോട്ട് എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു നോക്കാം. നമുക്ക് ബോട്ടിൽ റൗണ്ട് അടിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൈഫ് എന്നാൽ ചായ അടിച്ചോ. ഞങ്ങൾ ചായ അടിച്ച് കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം ഗൈസ്. ബൈ ബൈ. അപ്പോൾ ഗൈസ് അതിമനോഹരമായ സൺസെറ്റാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മഴനിരയുടെ ഇടകളിലൂടെ അസ്തമിക്കാൻ പോകുന്ന ചന്ദ്രന് സൂര്യൻ ആകെ കഴിഞ്ഞു പോയി. സൂര്യനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര രസമാട്ടോ അങ്ങനെ കണ്ടിരിക്കാൻ. നല്ല കാറ്റും ഇങ്ങനെ ഇറങ്ങണ കാണാണ്ടല്ലോ. ഇടില്ല വെറുതെ ഇങ്ങനെ ഇരിക്കുക ചായയൊക്കെ കുടിച്ചിട്ട്. കാറ്റിൽ പൊടിയില്ല, നല്ല രസം. ഒന്ന് വിട്ടരണം, ഇല്ലെങ്കിൽ തുറക്കില്ല. പൊക്കിക്ക സീനാണ് കേട്ടോ. അവിടെ നീച്ചാണല്ലോ പരീക്ഷ സംഭവിക്കുക. പരീക്ഷ ആ ഞാൻ അടി പോവില്ല എന്നിട്ട് അടിപ്പോയിട്ട് അടിക്കും. സീനൊന്നുമില്ല. നേരെ താഴത്തേക്ക് ഇങ്ങോട്ട് ചാടൂജി കൂട്ട 5 ചാട്ടിട്ട് ഇരിക്കണം കേട്ടോ. മുട്ട മടക്കണം. അവിടെ വഴിക്ക് വീണാലേ സസ്പെൻഷൻ വരും. മുട്ടനൊന്നും പറ്റൂല. ചാടിയിട്ട് അപ്പത്തന്നെ ഇരിക്കണം കേട്ടോ. ഒരു വണ്ടിനെ പോലെ ചാടുക ഇരിക്കുക. അങ്ങനെ നിൽക്കരുത്, ഇരിക്കണം. പാമ്പൊന്നും ഇല്ലല്ലോ. നോക്കിയാ അലണി ഉണ്ടാവും. അലണി 360 ഇതി കൂടെ കയറിക്കോ. കുടിച്ച് കയറിയു. അതിലെ കയറടാ. അതൊക്കെ അപ്പുറത്തെ സ്റ്റെപ്പ് ഉണ്ട്. മാറുന്നതാ. അയ്യോ എന്തൊക്കെയല്ലേ നമുക്ക് സെറ്റപ്പാണ്. വാ നമുക്ക് ബോട്ടിന്റെ ചായ കിട്ടീന്. വാ അഫിയെ, ബോട്ട് ലൈഫ് ജാക്കറ്റ് ഓൺ. കുടുങ്ങി. എന്തൊക്കെയല്ലേ നമ്മളെ ഏരിയയില് ഫുൾ സെറ്റപ്പ് ആണ്. നമുക്ക് ആദ്യം ടെസ്റ്റ് ഡ്രൈവ് അടിക്കാം. ഇത് മറ്റേ പുറത്തത്തെ പോലീസുകാരുണ്ടല്ലോ, ഫോറിനിലെ പോലീസുകാരല്ലേ, ട്രാഫിക് പോലീസ്. കാക്ക അത് പൊന്തി നിൽക്കൂലേ? പ്രശ്നമില്ലല്ലോ. ഒഴുക്കൊക്കെ ഉണ്ടെങ്കിൽ നിൽക്കാൻ പാടില്ല. നീന്തി കയറാൻ എളുപ്പം. നീന്തലായതുകൊണ്ട് വലിയ പ്രശ്നം. ഇതാ കംപ്ലൈന്റ്? അതല്ലേ കംപ്ലൈന്റ്? ഇത് 4 സീറ്ററാണേ. ഇറങ്ങണ്ടോ? എന്നിട്ട് കണ്ടല്ലോ. ആ റൗണ്ട് അടിച്ചേ. അപ്പൊ എന്റെ ഫോണ് സേഫ്റ്റിക്ക് വിളിച്ചോ. ആദ്യം അയച്ച അമ്മ നീച്ചു.
അത് പിടി ഇത് സാധനം പിടി. അയ്യോ നമ്മളെ ഗിയർ കേട്ടോ. അതില് കിട്ടിയോ? ഓ ഷിറ്റ്. അപ്പോൾ നീന്താ അറിയില്ലല്ലേ എനിക്ക്? വെറുതെ അല്ല എനിക്ക് ഇത്ര ടെൻഷൻ. കൊടുത്തക്കണ് ബോട്ടൊക്കെണ്ടോ? ഒരു റൈഡ് പോകാലോ. ആ കാണില്ല. ഞങ്ങളിതാ അവിടെ അങ്ങോട്ട് ഇറങ്ങി നോക്കി. റിവേഴ്സും പോവും. അതാ റിവേഴ്സ് ബാക്കിക്ക് വിട്ടെ. നിനക്ക് കെട്ടയച്ചട്ടെ ഇപ്പൊ ചവിട്ടല്ലേ? അതിൽ ടൈറ്റ് ആവോടെ. ഗിയറൊക്കെ അതിൽ ലെഫ്റ്റും റൈറ്റും അങ്ങനെ ലെഫ്റ്റ് തിരിച്ച് വിട്ട. ഉമ്മച്ചി അതവിടെ നമ്മൾ നോക്കി. ആ അത്ര ഉള്ളുമാ ചൂട്ടിയോ ഓണേ ആക്സിഡന്റ് തെറ്റായിട്ടോ. ചെറിയ ആളുകൾ എന്തോ അടിക്കുണ്ടോ? ഒരു നാലഞ്ചാളായുള്ളൂ. ഇതിലപ്പോ ചാടാൻ പറ്റുമോ? ആ മീനുണ്ട്. ആളങ്ങനെ പൊന്തണുണ്ടില്ല. പക്ഷെ നീന്താ ഇറങ്ങാനൊക്കെ ചാടിക്കൂടെ? കെട്ടി നിർത്തിയായോണ്ട് ചിലപ്പോ പ്രശ്നമാവൂലേ? വെള്ളം പ്രശ്നമാവും. മസ്തിഷ്കം എന്തെങ്കിലും രോഗങ്ങൾ അതൊന്നുമില്ല. അനക്കണ്ടല്ലോ. ആ നാളെ ചൂണ്ടടാ ഉണ്ടോ? കാര്യായിട്ട് എവിടെ നിങ്ങളിടലുണ്ടോ? ആ മതി. ഇതിൽ നല്ല മീനുണ്ടോ? അവിടെ ഇങ്ങനെ ഇടക്കിടക്ക് പൊള്ളടണ. നമുക്ക് അങ്ങോട്ട് പോവാം. ഇതിപ്പോ എന്തിനാ പേടിക്കണേ? ലൈഫ് ജാക്കറ്റ് ഒക്കെ ഉണ്ട്. ജാക്കറ്റ് ഇല്ലെങ്കിലും ഇപ്പൊ പേടിക്കേണ്ട ആവശ്യമില്ല. പേടി നമുക്ക് ചെറുപ്പമില്ല. വ്യായാമമാണ് വ്യായാമം. നടുവേദനക്ക് പോകണ്ടിട്ടോ സാധനം. നല്ല പൊക്കമുണ്ട്. പെട്ടെന്ന് പോകും. സെറ്റപ്പായിട്ടത് ഊട്ടി പറഞ്ഞ ലൊക്കേഷൻ ഇട്ടൊക്കെ സ്റ്റോറി. ഡ്രിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ? എടാ അയില പോയില്ലേ? നമ്മൾ ഈ ഭാഗത്താണ് ഇപ്പൊ നായ. അവിടെ ആരും മരിച്ചു. ഏയ് പിന്നെന്താ അത് ക്യൂരിയോസിറ്റി. എന്താ അറ്റത്ത് ഈ വെള്ളം വ്യായാമം കുറച്ച്. അപ്പൊ ഇതുവരെ ഞാൻ ചവിട്ടിക്കണേ. ഒന്നുകൂടി ചൂട്ടി മാത്രമേ ചവിട്ടുള്ളൂ. അവരൊക്കെ ബെൽറ്റ് ഇടാൻ പറയുന്നത് ഇട്ടിട്ടില്ല. വണ്ടി തിരിച്ച് ചവിട്ടണം കേട്ടോ. എന്ത് പണ്ടത്തെ കോറിയക്കാരം ഇവിടെ പണ്ട് പൊട്ടിച്ചിട്ടുണ്ടാവും. പിന്നെ അതുകൊണ്ട് നമുക്ക് വാട്ടർ പ്രൂഫ് അല്ല ഫോണാണല്ലോ. അതിക്കൊണ്ട് ഞാൻ ഇതില് പോയാൽ കിട്ടാൻ വേണ്ടിയാണ്. ചേച്ചി ഏതാ? ചേച്ചിന്റെ കുട്ടി
അവിടെടാ ആദ്യതാ സ്ലൈഡറിലടാ. ഹായ്. പറഞ്ഞോ അങ്ങനെ പറയണം. വാ. അപ്പിക്കോടണോ? ഓട്ടിയത്? ഓടിയോക്ക്. ആളെ കണ്ട് പെറ്റാവും. ആ പൊലിയോട് മാറി. കുത്തു നീ ഇറങ്ങ്. ഫോൺ എടുത്ത് കൊടുത്തോ. കാലൊക്കെ ഗത പോലെ ആയിട്ടോ ഗൈസ്. What's her name? Nilu. You both are friends? Okay. In which school do you study? You know school? And this much education? You super. Prince. Where did you study this much English from? Huh? Nilu, how are you? സുഖാണോ? ഒരു ഹായ് പറഞ്ഞ. Hi to my subscribers. Hi subscribers. ഹായ്. Where did you study? Subscribers? Look, where did you study this much English? No, എല്ലാത്തിനും no. No, അല്ലേ? You try. പൊട്ടുപോയി. Sorry. അപ്പൊ മല. Man, you are very, very friendly. Thank you for playing with us. Ouch. Can you give me a high five? Thank you. Nice to meet you. High five. High five. High five പറഞ്ഞത് താത്തി തരാം. High five. പറ്റൂല. എന്നാ താത്തൂല. High five പറഞ്ഞത് താത്തി തരാം. എന്നാ ക്ഷയിക്കാൻ. എന്നത് താത്തി തരണം. ഇരിക്കണ്ടേ? ആ ഇരുന്നോ. ഹലോ. അതാത്. അതാ. അല്ല ഇവള് കറക്റ്റാ. അവിടുന്ന് പൊക്കോണ്ട് അത് കൊണ്ടുപോകും. അപ്പോൾ ക്രിക്കറ്റ് കളിക്കാം. സമയം ഏകദേശം ഇരുട്ടാവാനായിട്ടുണ്ട്. തൽക്കാലം ഇവിടെ കളിക്കാം. മെയിൻ ഗ്രൗണ്ടിലേക്ക് നടക്കണ്ട. അപ്പോൾ ഗൈസ്, ഇതായിരുന്നു നമ്മളെ ഒരു കുഞ്ഞു വ്ളോഗ്. നമുക്ക് ഇനി വൈൻഡപ്പ് ചെയ്യാം അല്ലേ? വേറെ പരിപാടികളൊന്നും ഇല്ലല്ലോ. വേറെ എൻ്റർടൈനിങ് ആക്ടിവിറ്റീസൊന്നും വേറെ ഇവിടെ ഇല്ല. ഇനി ഇൻഷാല്ലാ പൂള് വന്നിട്ട് നമുക്ക് വേറെ വീഡിയോസ് കാര്യങ്ങൾ എടുക്കാം. അപ്പോൾ താങ്ക് യു ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വ്ളോഗ്. വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വെറുതെ ഒരു ദിവസം ഇങ്ങനെ വീട്ടിലിരുന്നപ്പോൾ വെറുതെ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. നമ്മളെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ഗൈസ്. ബൈ ബൈ.